ഇത് ആ വീട്. രാത്രി 11 മണി കഴിഞ്ഞ് റോട്ടിൽ വണ്ടി കൊണ്ടുവരിക. എന്നിട്ട് ഹോൺ അടിക്കാതെ ഇങ്ങോട്ട് കയറി വന്നാ മതി. സിമെന്റ് ഒന്ന് കാണണ്ടേ? സിമെന്റ് എന്തോന്ന് കാണാൻ? കെട്ടിടം പണിക്ക് വാങ്ങിയ കൊറിയൻ സിമെന്റാ. കലർപ്പോവല്ലോ. കലർപ്പോ? എന്റെ പേരേ സത്യശീലെന്നാ. എന്റെ അച്ഛനെ എനിക്ക് അറിഞ്ഞിട്ട പേരാ. സത്യത്തിന് നിരക്കാത്തതായൊന്നും ഞാൻ ചെയ്യല. അപ്പൊ ഈ സിമെന്റ് വിൽക്കുന്നതോ? വർക്ക് സൈറ്റിൽ നിന്ന് നടത്തിക്കൊണ്ടിരുന്ന സിമെന്റാ. അത് വിൽക്കാനല്ലേ പിന്നെ തിന്നാൻ പറ്റുമോ? ഏതായാലും സിമെന്റ് ഒന്ന് കാണണം. എന്നാവാ. എന്റെ പൊന്നു സാറേ, എനിക്ക് സിമെന്റ് വേണ്ട. പട്ടിയുടെ കടികൊള്ളാൻ മേല. അല്ല ഇത് ഇതിന്റെ ഒടുക്കത്തൊരു കൊല. അയ്യോ, ഓ പാറക്കുറ്റിയുടെ ഇരിപ്പ് കണ്ടില്ലേ അളിയോ? ഈ പട്ടി ഇവിടെ നിന്ന് കൊണ്ട് കളയാവോ? അവൾ എന്റെ കൂടെ അല്ല അളിയാ കഴിയുന്നത്. പക്ഷെ ഇവിടെ വരുന്നവരൊക്കെ കടിക്കാനിട്ട് ഓടിച്ചാലോ? ഞാൻ എന്ത് ചെയ്യും? എന്തിനാ മറ്റുള്ളവരോട് വരുന്നത്? അത് കൊള്ളാം. എന്റെ വീട്ടിൽ പല കാര്യത്തിനും പലരും വരും. അവരുടെ നേർക്ക് കുരച്ച പട്ടിയെ ഞാൻ വിഷം വെച്ചു കൊല്ലും. അതിനേക്കാൾ നല്ലത് എനിക്ക് ഇച്ചിരി വിഷം തരുന്നതാ. എന്തിനാ വിഷം തരുന്നത്? ഇത് മുഴുവൻ വിഷമല്ലേ? ആ വാ മോളെ. ഓ എന്റെ ദൈവമേ, ചക്കരയല്ലേ? പഞ്ചാരയാ. പട്ടിയെ കട്ടിലിൽ കിടത്താൻ കൊണ്ടുപോയതായിരിക്കും. പരിശീലിപ്പിക്കാൻ. പരിശീലിപ്പിക്കാനോ? റോക്കറ്റ് കയറ്റി ശൂന്യാകാശത്തിലേക്ക് വിടാൻ. നിങ്ങൾക്ക് ഇച്ചിരി വിഷം മേടിച്ചോണ്ട് വരാവോ? ഞാൻ ചോറ് ചേർത്ത് പട്ടിക്ക് കൊടുക്കാം. ഞാൻ ഏറ്റു. പണ്ടാരം ചത്തു കിട്ടുമല്ലോ. ഇടോ ബെല്ലടിക്കുന്നു. അതെങ്ങനെയാ? ചെവി കേട്ടിട്ട് വേണ്ടേ? എന്താ മോളെ? ആ പിയോട് ഒന്ന് വരാൻ പറയൂ. അയ്യോ, ഇന്ന് ബിസ്ക്കറ്റ് വേണ്ടാന്ന് മോളല്ലേ പറഞ്ഞത്? അതുകൊണ്ട് വാങ്ങിയില്ല. എന്തോ കഴുകാമേ, ഇന്ന് തന്നെ കഴുകാം. ഇപ്പൊ പറയാം. ശ്രീമോള് കുഞ്ഞിനെ വിളിക്കണു. എന്താ ശ്രീമോളെ? എന്താ പക്കത്തിലെ നാട്ടുകാർക്കൊന്നും ചെവി കേട്ടൂടെ? ശ്രീമോൾ എന്തിനാ വിളിച്ചത്? വേണ്ട, മോൾക്ക് കുടിക്കാനുള്ളതല്ലേ? 2 പേർക്ക് കുടിക്കാനുള്ള പാലുണ്ട്. പറയുന്നതനുസരിച്ചാ മതി. കുടിക്കൂ. വേണ്ട കുട്ടി, നീ ഹോസ്റ്റലിൽ ചെന്ന് കഴിച്ചോളാം. നോ എക്സ്പ്ലനേഷൻ. പാല് കുടിക്കൂ. എനിക്ക് വേണ്ട കുട്ടി. വേണ്ടല്ലോ. അതാരെടുക്കൂ. തുറക്കൂ. ബുക്കെടുക്കൂ. നിവർക്കൂ. ആ പൂ എടുത്തോളൂ. അത് കാലത്തെ അമ്പലത്തിൽ വെച്ച് തന്ന പൂവാ. ഇഷ്ടപ്പെട്ട് തന്നത് കൊണ്ടാ ഞാൻ മേടിച്ചത്. പാല് വേണ്ടെങ്കിൽ എനിക്ക് പൂവും വേണ്ട. എന്താ ഇപ്പൊ മതിയായോ? പണ്ടത്തെ കെട്ടിടങ്ങൾ എന്തൊരു സ്ട്രോങ് ആണ് സാർ. അന്ന് കുമ്മായം കൂട്ടുന്നത് വരാൽ പശയിലാണെന്ന് കേട്ടിട്ടുണ്ട്. വരാൽ പശ? എന്താ? ഒരുതരം മീനില്ലേ, വരാല്, അതിന്റെ പശ. അതെങ്ങനെ എടുക്കുക? ഈ സമൂലം ഇടിച്ചു പിഴിഞ്ഞെടുക്കുമായിരിക്കും. എടോ, പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾക്ക് കലർപ്പില്ലായിരുന്നു. സിമെന്റും കുമ്മായും ഒക്കെ കൃത്യമായിട്ട് ചേർക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അന്നത്തെ കെട്ടിടങ്ങളൊക്കെ സ്ട്രോങ് ആയിരിക്കുന്നത്. സിമെന്റ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ കണക്കായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നമ്മുടെ കൺസ്ട്രക്ഷൻ സ്ട്രോങ് ആയിരിക്കുന്നത് അതുകൊണ്ടാണ് സാർ. സാറേ, ദേ മോള് വരുന്നു. ഓ, അവളുടെ കാര്യം മറന്നുപോയി. ഞാൻ കാത്തിരുന്ന് മുഷിഞ്ഞപ്പോ പ്രിയെ കൂടെ വിളിച്ചോണ്ട് പോന്നു. കുറച്ച് ജോലി ഉണ്ടായിരുന്നു മോളെ. ജോലി തിരക്ക് വന്നാൽ ഡാഡി എന്നെ മറക്കും അല്ലേ?
മോളെ മറക്കാനോ? ഡാഡി ഇവിടുന്ന് കമ്മിങ് ആകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴാ മോളുടെ വരവ്. വാ ഡാഡി പോകാം. ഡാഡിക്ക് കുറച്ച് ജോലിയുണ്ട്. ഡ്രൈവറെ കൂട്ടിവിടാം. പത്തായി ഇങ്ങനെ. സോറി, ബുദ്ധിമുട്ടല്ലേ? ഇല്ല സർ. സാർ, ഷീലയും മോളുടെ കൂടെ കാറി പോയിക്കോളൂ. വേണ്ട സർ, ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം. വാ പിയെ, നമുക്ക് കാറി പോകാം. മോളെ, ഇനി പി എന്ന് വിളിക്കരുത്, ആന്റി എന്ന് വിളിക്കണം. ആന്റി ആന്റി പത്തായി സാർ, മോളെ വീട്ടിലിറക്കിയിട്ട് ഷീലയെ ഹോസ്റ്റലിൽ കൊണ്ടുവിടണം. ശരി സാർ. വാ ആന്റി, നമുക്ക് പോകാം. ഡാഡി ടാറ്റാ. ടാറ്റ. സാർ, നമ്മുടെ കുട്ടപ്പന് ഒരു 500 രൂപ വായ്പ വേണമെന്ന് പറയുന്നു. എന്താ കാര്യം? അവന്റെ അച്ഛന്റെ അമ്മയുടെ മോളുടെ അല്ല അവന്റെ അമ്മാവന്റെ മോളുടെ കല്യാണമാണെന്ന്. ആ, ശനിയാഴ്ച ആവട്ടെ. ഓ